ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബഡ്ജറ്റ് ഓഫ് 2024-25 ഹൈലൈറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം. ഇത് നമ്മുടെ 2024-25 ഒരു ഇന്ററിം ബഡ്ജറ്റ് ആണ്, അതായത് ഇടക്കാല ബഡ്ജറ്റ്. നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ മിസ് നിർമ്മല സീതാരാമന്റെ 6th ബഡ്ജറ്റ് പ്രസന്റേഷൻ ആയിരുന്നു ഇപ്പോൾ നടന്നത്. നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ട് വന്നിട്ട് മാഡം നടത്തിയ 6ാമത്തെ ബഡ്ജറ്റ് പ്രസന്റേഷൻ. അപ്പോ ബഡ്ജറ്റ് പ്രസന്റേഷൻ തുടങ്ങുമ്പോഴേ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ പറയുന്നത് നമ്മുടെ നേഷൻ അറ്റൈൻ ചെയ്ത അച്ചീവ്മെന്റ്സിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ ലാസ്റ്റ് 10 years എടുക്കുമ്പോൾ നമ്മുടെ നേഷൻ കടന്നു വന്ന വഴികൾ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ബഡ്ജറ്റ് പ്രസന്റേഷൻ തുടങ്ങുന്നത്. നമ്മുടെ ഗവൺമെന്റ് എടുത്ത സ്ട്രക്ചറൽ റിഫോംസിനെ പറ്റിയിട്ടും പ്രോ പുവർ പ്രോഗ്രാംസിനെ പറ്റിയിട്ടും അത് നടത്തിയ അച്ചീവ്മെന്റ്സിനെ പറ്റിയിട്ടും അത് കാരണം നമ്മുടെ നേഷൻ നേടിയെടുത്ത നേട്ടങ്ങളെ പറ്റിയിട്ടും പറഞ്ഞിട്ട് ആയിരുന്നു ബഡ്ജറ്റ് പ്രസന്റേഷൻ തുടക്കം. പിന്നെ മാഡം പറഞ്ഞിരുന്നു സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ഒരു മെന്റാലിറ്റിയോട് കൂടി, എന്ന ഒരു സ്ലോഗനോട് കൂടി നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നു. എസ്പെഷ്യലി കോവിഡ് സമയത്തൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ആസ്പെക്റ്റോട് കൂടി പോയത് കൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ഇക്കോണമിയിലുള്ള ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ബഡ്ജറ്റ് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ബഡ്ജറ്റ് പ്രസന്റേഷന് തുടക്കത്തിലെ തന്നെ നമുക്ക് ഇൻക്ലൂസീവ് ഗ്രോത്തിനെ പറ്റിയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ബഡ്ജറ്റ് പ്രസന്റേഷനിൽ ഫ്രീ റേഷൻ ഫോർ 80 crore പീപ്പിൾ കൊടുത്തിട്ട്, അതായത് 80 crore പീപ്പിളിന് ഫ്രീ റേഷൻ കൊടുത്തിട്ട് അവരുടെ പ്രോബ്ലം ഓഫ് ഹങ്കർ നമുക്ക് മാറ്റാനായിട്ട് കഴിഞ്ഞു. അതേപോലെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഒരുപാട് ഫാമേഴ്സിന് കൊടുക്കാൻ പറ്റി, അന്നദാതാക്ക് കൊടുക്കാൻ പറ്റും. അന്നദാത എന്ന് പറയുമ്പോൾ ഫാമേഴ്സ്, അവർക്ക് കൊടുത്തിട്ട് ഇവരുടെ റിയൽ ഇൻകം റൂറൽ ഏരിയാസിൽ കൂട്ടാനും അതുപോലെ തന്നെ MSP പീരിയോഡിക്കൽ റൈസിന് പാത്രമാവുകയും അതുപോലെ ഇത് കാരണം നമ്മുടെ ഇക്കോണമിയിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായി. ഹൗസിംഗ് സെക്ടറിലാണെങ്കിലും ഇലക്ട്രിസിറ്റി, കുക്കിംഗ് ഗ്യാസ്, ബാങ്കിങ് അക്കൗണ്ട്, ഫൈനാൻഷ്യൽ സർവീസസ്, ഇതെല്ലാം തന്നെ റൂറൽ ഹൗസ് ഹോൾഡ്സിന് റെക്കോർഡ് ടൈമിൽ തന്നെ ഒരു ഇൻക്ലൂസിവിറ്റി എന്നുള്ള ഒരു ഫീച്ചർ അനുസരിച്ചിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്താനായിട്ട് സാധിച്ചിരുന്നു എന്നും സീതാരാമൻ പറഞ്ഞു. സോഷ്യൽ ജസ്റ്റിസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്കോണമി അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഓൾ റൗണ്ട്, ഓൾ പെർവേസീവ് ആൻഡ് ഓൾ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞിട്ട് മിസ് സീതാരാമൻ പറഞ്ഞത് ഈ ഒരു അപ്രോച്ചോട് കൂടി നമ്മുടെ ഗവൺമെന്റ് സ്റ്റിൽ വർക്കിംഗ് ആണ് വികസിത് ഭാരത് എന്നൊരു ഐഡന്റിറ്റി നമ്മുടെ ഇക്കോണമിക്ക് കിട്ടാനായിട്ട് ബൈ 2047 ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി എന്നുള്ളൊരു സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പീപ്പിളുടെ, അതായത് നമ്മുടെ ആൾക്കാരുടെ കേപ്പബിലിറ്റിയും അവരുടെ എംപവർമെന്റും ഒക്കെ ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസന്റ് ഗവൺമെന്റിന്റെ ഈ പ്രസന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഔട്ട്കംസിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നടക്കുന്നത്, rather than ഔട്ട്ലേസിനെ ഫോക്കസ് ചെയ്തിട്ട്, ഔട്ട്ലേസിനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ ഔട്ട്കംസിനെ ആയിരിക്കും ഇത് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് മിസ് സീതാരാമൻ പറഞ്ഞത്. അപ്പൊ ഈ ബഡ്ജറ്റ് 4 ഇമ്പോർട്ടന്റ് പില്ലേഴ്സിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. ഒന്ന് ഗരീബ്, അടുത്തത് യുവ, അടുത്തത് അന്നദാത, അടുത്തത് നാരി. സോ ഗരീബ് എന്ന് പറയുമ്പോൾ പുവർ, യുവ യൂത്ത്, അന്നദാത പറയുമ്പോൾ ഫാമർ, അടുത്ത നാരി, ദാറ്റ് ആസ് വിമൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ പ്രസന്റ് ബഡ്ജറ്റിന്റെ ഫോക്കസ് ഗ്രൂപ്പ് എന്നാണ് മിസ് സീതാരാമൻ അവിടെ പറഞ്ഞത്. ഇനി പുവറിന്റെ കേസ് എടുക്കുമ്പോൾ ഗരീബ് കല്യാൺ ദേശ് കാ കല്യാൺ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ് മിസ് സീതാരാമൻ ഈ പുവറിന്റെ കേസ് എല്ലാം അഡ്രസ് ചെയ്തത്. അതായത് നമ്മുടെ പുവറിന്റെ അപ്ലിഫ്റ്റ്മെന്റ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് 10 yearsന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 25 കോടി ആൾക്കാരെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ നേഷന്റെ പ്രോ പുവർ പ്രോഗ്രാംസിന് കഴിഞ്ഞു എന്ന് സീതാരാമൻ പറഞ്ഞു. അതേപോലെ തന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി 34 ലക്ഷം crore rupees പ്രൈം മിനിസ്റ്റർ ജൻധൻ അക്കൗണ്ട്സിൽ
നമുക്ക് അവിടെ വരാനായിട്ട് സാധിച്ചു. അപ്പൊ ഇത് കാരണം നമുക്ക് 2.7 lakh crore ഒരു സേവിങ്സ് ഉണ്ടായി. അത് ലീക്കേജ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സേവിങ്സ് ആയിരുന്നു. പിന്നെ 78 lakh സ്ട്രീറ്റ് വെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി, ട്രൈബൽ ഗ്രൂപ്പ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി, പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ യോജന വഴി ആർട്ടിസൻസിനെയും ക്രാഫ്റ്റ് പീപ്പിളിനെ ഒക്കെ സപ്പോർട്ട് ചെയ്തു എന്നും ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞു. ഇനി അന്നദാതയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഫാമേഴ്സ്, ഇവിടെ ഹൈലൈറ്റഡ് ആയിട്ട് വരുന്നത് PM കിസാൻ സമ്മാൻ യോജനയുടെ അച്ചീവ്മെന്റ് ആണ്. ഇവിടെ 11.8 crore ഫാമേഴ്സിനാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയത്, ഡയറക്റ്റ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടിയത്. ഇനി ക്രോപ്പ് ഇൻഷുറൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 4 crore ഫാമേഴ്സിന് ഇതിന്റെ അസിസ്റ്റൻസ് PM ഫസൽ ബീമ യോജനയുടെ ബെനിഫിറ്റ് കിട്ടി. പിന്നെ ഈ നാമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇലക്ട്രോണിക് നാമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു അതായത് 1361 മാൻസിനെ ഇവർ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം 1.8 crore ഫാമേഴ്സിന് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടി. അതുപോലെ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞു ഫാർമർ സെൻട്രിക് ആയിട്ടുള്ള ഒരുപാട് പോളിസീസ് നമുക്ക് ഈ ബജറ്റിൽ വരുന്നുണ്ടെന്ന്. അടുത്ത അമൃത് പ്രീതി, അതായത് യുവനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് യൂത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 2020 ഇവിടെ വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഇനി PM ശ്രീയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ക്വാളിറ്റി ടീച്ചിങ്ങിനാണ് അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. സ്കിൽ ഇന്ത്യ മിഷൻ വഴി നമുക്ക് ഒരുപാട് യൂത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റി, അവരെ അപ്സ്കിൽ ചെയ്യാൻ പറ്റി. 54 lakh യൂത്തിനെ നമുക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റി. 1.4 crore യൂത്തിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റി. ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. 7 IITs, 16 IITs, 7 IIMs, 15 AIIMS as well as 390 യൂണിവേഴ്സിറ്റീസ്. അപ്പൊ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ പറ്റി. അതേപോലെ PM മുദ്ര യോജനയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 22.5 lakh crore ഓൺട്രപ്രണോറിയൽ സ്കിൽസ്, അതായത് ഇത്രയും ആൾക്കാർക്ക് ഒരു എന്റർപ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുകയുണ്ടായി എന്നും പറഞ്ഞു. ഇനി സ്പോർട്സിന്റെ കേസിൽ നമ്മുടെ കൺട്രി ഒരു ഹയസ്റ്റ് എവർ മെഡൽ ടാലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസിലായാലും ഏഷ്യൻ പാരാ ഗെയിംസിലായാലും 2023 ഇന്ത്യ നടത്തിയ അച്ചീവ്മെന്റ് വളരെ വലുതായിരുന്നു എന്ന് ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞു. ഇനി നാരി ശക്തിയുടെ കേസ്, അതായത് വിമന്റെ കേസ്, ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രസന്റ് ബഡ്ജറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഓൺടർപ്രണർഷിപ്പിന്റെ കേസാണ്. അതായത് വിമന് എത്രമാത്രം എംപവർമെന്റ് പോസിബിലിറ്റി ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു 30 crore മുദ്ര യോജന ലോൺ വിമൻ മാത്രം കൊടുക്കാനായിട്ട് പറ്റി. ഇനി വിമൻ എൻറോൾമെന്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 10 yearsന്റെ കേസിൽ നമുക്ക് ഒരു 28% മോർ ഫീമെയിൽ എൻറോൾമെന്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ പോസിബിൾ ആയി എന്ന് ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞു. ഇനിയും നമുക്ക് ഒരുപാട് വിമൻസ് പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ഇൻ വർക്ക് ഫോഴ്സ് അതിന്റെ ആവശ്യം ഉണ്ട്. വർക്ക് ഫോഴ്സിന്റെ വിമന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നേഷന്റെ ഡെവലപ്മെന്റിൽ ഒരു ഇൻക്ലൂസിവിറ്റി ഫീച്ചർ വരുള്ളൂ. അപ്പോ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീംസ് ഉണ്ടായിരിക്കും എന്നും മിനിസ്റ്റർ പറയുകയുണ്ടായി. 70% ഓഫ് ഹൗസസ് അണ്ടർ PM ആവാസ് യോജന റൂറൽ ഏരിയാസിൽ വിമന്റെ പേരിലോ എയ്തർ വിമന്റെ മാത്രം പേരിൽ അല്ലെങ്കിൽ ഒരു ജോയിന്റ് ആയിട്ട് വിമന്റെയും അവരുടെ പാർട്ട്ണറിന്റെയും പേരിൽ രജിസ്ട്രേഷൻ നടക്കുകയുണ്ടായെന്നും ബജറ്റ് പ്രസന്റേഷനിൽ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞു. ഇനി ഗവർണൻസ് ഡെവലപ്മെന്റ് ആൻഡ് പെർഫോമൻസ്, ഒരു GDP എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് നമ്മൾ GDP കാണുന്നത്. പക്ഷെ ഇവിടെ GDPക്ക് അപ്പാർട്ട് ഫ്രം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഒരു പുതിയ ഡെഫിനേഷൻ കൊടുക്കുകയാണ് ചെയ്തത്, ഗവർണൻസ് ഡെവലപ്മെന്റ് പെർഫോമൻസ്. അപ്പോൾ ഈ ഒരു ഐഡിയ വഴി ഉദ്ദേശിക്കുന്നത് മാക്സിമം ഗവൺമെന്റ്, മിനിമം ഗവൺമെന്റ്, മാക്സിമം ഗവർണൻസ് എന്നുള്ള ഒരു ഐഡിയ ആണ്. മാക്സിമം ആയിട്ട് ഗവർണൻസ് ചെയ്യുക, അതായത് സർവീസ് ആൾക്കാർക്ക് കൊടുക്കുന്ന സർവീസ് മാക്സിമം ആക്കുക, മിനിമം ഗവൺമെന്റ് ആസ്പെക്ട് കൊണ്ടുവരിക. അപ്പൊ ഇതൊക്കെ വഴി നമുക്ക് ഒരു മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നും ആവറേജ് റിയൽ ഇൻകം ഓഫ് ദ പീപ്പിൾ 50% മോർ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയെന്നും ഇൻഫ്ലേഷൻ ഒരു മോഡറേറ്റ് ലെവലിൽ കൊണ്ടുവരാൻ പറ്റിയെന്നും ടൈംലി ഡെലിവറി ഓഫ് പ്രോഗ്രാംസിന് സാധ്യമായെന്നും ഒക്കെയാണ് ഫൈനാൻസ് മിനിസ്റ്റർ പറയുന്നത്. ഇനി അടുത്ത ഇക്കണോമിക് മാനേജ്മെന്റ്, ഇവിടെയും ആൾക്കാരുടെ ആവശ്യങ്ങൾ, അവരുടെ
നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് മുന്നിൽ കണ്ടുകൊണ്ട് പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഇൻക്ലൂസീവ് രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ബഡ്ജറ്റ് ഇന്റൻഡ് ചെയ്യുന്നത് എന്നാണ് ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടന്റ് എലമെന്റ്സിന് ഇവിടെ പറയുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും റീജിയണൽ എല്ലാ റീജിയൻസിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇൻക്ലൂസീവ് കൈൻഡ് ഓഫ് ഗ്രോത്ത് അപ്രോച്ച് ആണെങ്കിലും ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇമ്പോർട്ടൻസ് ആണെങ്കിലും GST നമുക്ക് നമ്മുടെ രാജ്യത്തിന് കൊണ്ടുതരാനായിട്ട് പറ്റിയ അച്ചീവ്മെന്റ്സ് ആണെങ്കിലും, അതായത് GST വഴി നമ്മുടെ ടാക്സ് ബേസ് ഡീപ്പൻ ചെയ്യാനും വൈഡൻ ചെയ്യാനും ഒക്കെ സാധിച്ചതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഫൈനാൻഷ്യൽ സെക്ടറിന്റെ ഇമ്പോർട്ടൻസും GIFTയുടെ ഇമ്പോർട്ടൻസും ഒക്കെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഇനി ഗ്ലോബൽ കോണ്ടെക്സ്റ്റിന്റെ കേസിൽ ഇപ്പോ നമ്മുടെ ഗ്ലോബൽ ഇക്കോണമി എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള വാർസ് ആയാലും കോൺഫ്ലിക്ട്സ് ആയാലും ഒരുപാട് കൂടിക്കൊണ്ട് വരുന്നു. ഗ്ലോബലൈസേഷനെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ റീഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന്. അതേപോലെ ഇന്ത്യയുടെ ഒരു G20 പ്രസിഡൻസിയുടെ കേസ് എടുക്കുമ്പോൾ അവിടെയും നമ്മൾ വളരെ ബുദ്ധിമുട്ട് നേരിട്ട സമയത്താണ് ഒരു G20 പ്രസിഡൻസി നമ്മൾ ഏറ്റെടുത്ത് ചെയ്തത്. അതൊക്കെ തന്നെ ഇന്ത്യയുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിട്ട് ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് ആയിട്ട് തന്നെ നാളെ ഒരു കാലം മാറുമെന്നും ഇന്ത്യയുടെ പേര് നമ്മുടെ വേൾഡ് ഇക്കോണമിയുടെ കേസിൽ എടുത്ത് അറിയിക്കുന്ന ഒരു പ്ലാൻ തന്നെയായിരിക്കും എന്നുമാണ് ബജറ്റ് പ്രസന്റേഷനിൽ മിസ് സീതാരാമൻ പറഞ്ഞത്. വിഷൻ ഫോർ വികസിത് ഭാരത്. അപ്പൊ ഞാൻ പറഞ്ഞു 2047 നമുക്ക് വികസിത് ഭാരത് അല്ലെങ്കിൽ ഡെവലപ്ഡ് ഇന്ത്യ എന്നുള്ളൊരു സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന പോളിസീസ് ഒക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നുള്ള ഒരു അപ്രോച്ചോട് കൂടിയാണ് ബജറ്റ് പ്രസന്റേഷൻ ഓഫ് 2024-25 അവിടെ നടന്നത്. അപ്പോൾ ഒരു പ്രോസ്പെറസ് ഭാരത് അത് എപ്പോഴും മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ ഫോക്കസ് ചെയ്തിട്ട്, ഇൻക്ലൂസീവ് അപ്രോച്ചിനെ ഫോക്കസ് ചെയ്തിട്ട് എല്ലാ റീജിയൻസിനും ഒരുപോലെ ഡെവലപ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കണം വികസിത് ഭാരത് എന്നാണ് ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞത്. ഇനി സബ്കാ വികാസ്, അതിനും ഒരു ആസ്പെക്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാവർക്കും വേണം, ഇൻക്ലൂസീവ് അപ്രോച്ച് ആയിരിക്കണം നമ്മുടെ ഡെവലപ്മെന്റ്. ഇവിടെ ഒരു ഡെമോഗ്രഫി, ഡെമോക്രസി ആൻഡ് ഡൈവേഴ്സിറ്റി ഈ 3 ആസ്പെക്റ്റിനെയും ഫോക്കസ് ചെയ്യണം. എന്നാൽ മാത്രമേ ആൾക്കാരുടെ ജനങ്ങളുടെ ആസ്പിറേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ പറയുകയുണ്ടായി. ഇനി സ്ട്രാറ്റജി ഫോർ അമൃത് കാൽ. അമൃത് കാൽ സ്ട്രാറ്റജി എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവിടെ റിഫോം, പെർഫോം ആൻഡ് ട്രാൻസ്ഫോം ഈ 3 ആസ്പെക്ട്സിനാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കാനും MSME സെക്ടറിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനും എനർജി സെക്യൂരിറ്റി ആൻഡ് എഫിഷ്യൻസി കൊണ്ടുവരാനും അതേപോലെ ഫൈനാൻഷ്യൽ സെക്ടറിനെ ഒന്ന് എക്വിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. അടുത്ത ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എടുക്കുമ്പോൾ ഓരോ സ്റ്റേറ്റ്സിനും നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റിന് വരുത്തേണ്ടതായിട്ടുള്ള പങ്ക് അത് ആണ് ഇവിടെ ഊന്നൽ കൊടുക്കുന്നത്. റെഡി ടു അസിസ്റ്റ് എവറി സ്റ്റേറ്റ് ആൻഡ് ഫാസ്റ്റർ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് ഓരോ സ്റ്റേറ്റിനും സെന്ററിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള ഫണ്ട് കിട്ടിയാൽ മാത്രമേ ആ സ്റ്റേറ്റ്സിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കൂ. എന്നാൽ മാത്രമേ അവർക്ക് അവിടെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് as well as ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് നമ്മുടെ നേഷൻ റിയലൈസ് ചെയ്യുന്നു, യൂണിയൻ ഗവൺമെന്റ് റിയലൈസ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു ആസ്പെക്ട് ആണ്. അടുത്ത ഡെവലപ്മെന്റ് ഓഫ് ദി ഈസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യ മിക്കവാറും പ്രോബ്ലമാറ്റിക് ക്രൈസിസ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥ മിക്കവാറും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ റീജിയൻ ഓഫ് ദ കൺട്രിക്ക് ഈ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ട് ഇവരുടെ ഡെവലപ്മെന്റ് പോസിബിൾ ആക്കിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയെ ഉയരത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് ബജറ്റിൽ പറയുന്നത്. അതായത് ഇവരുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കുക, ഈസ്റ്റേൺ റീജിയന്റെ കേപ്പബിലിറ്റി മനസ്സിലാക്കുക, ഇന്ത്യയുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് പോസിബിൾ ആക്കാനായിട്ട് ഇവർക്ക് തരാൻ പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതും ബജറ്റിൽ ഹൈലൈറ്റ് ചെയ്യുന്നു. അടുത്തത് PM ആവാസ് യോജന ഗ്രാമീൺ.
PM Awas Yojana ഗ്രാമീണിന്റെ ടാർഗറ്റ് അത് തുടങ്ങിയപ്പോൾ 3 crore ഹൗസസ് ആയിരുന്നു. ടാർഗറ്റ് ഓഫ് 3 crore ഹൗസസ് ആയിരുന്നു. ഇനി ഈ ഒരു ടാർഗറ്റിന് ഏകദേശം അടുത്തു നമ്മുടെ ഗവൺമെന്റ് എന്നാണ് മിസ് സീതാരാമൻ പറഞ്ഞത്. എന്നാൽ ഇനി ഈ ഒരു പ്രസന്റ് ബഡ്ജറ്റിന്റെ കേസ് എടുക്കപ്പോ 2 more crore ഹൗസസ് നമ്മൾ അടുത്ത 5 ഇയേഴ്സിൽ കൊണ്ടുവരുമെന്ന് ഉള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, റൂഫ് ടോപ്പ് സോളറൈസേഷൻ പ്രോഗ്രാം. റൂഫ് ടോപ്പ് സോളറൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ സോളാർ എനർജി ഹാർനസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. റൂഫ് ടോപ്പിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് ഒക്കെ നടത്തിയിട്ട് സോളാർ എനർജി ഹാർനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു എനർജി സ്ട്രെയിൻ അല്ലെങ്കിൽ എനർജി സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡിങ് ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ ഗവൺമെന്റ് നടത്തുമെന്നും 1 crore ഹൗസ് അപ് ടു 300 യൂണിറ്റ് ഫ്രീ ഇലക്ട്രിസിറ്റി എവറി മന്ത് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും, ഇവർ വഴി നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 15,000 to 18,000 റുപ്പീസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നും എക്സ്ട്രാ വരുന്ന സോളാർ എനർജി നമുക്ക് വിൽക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഇവിടെ എൻഗേജ് ചെയ്യിക്കുന്നു. അതേപോലെ ഇതുവഴി ഒരുപാട് ടെക്നിക്കൽ ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ഹൗസിംഗ് ഫോർ മിഡിൽ ക്ലാസ്. ഒരു പുതിയൊരു സ്കീം കൊണ്ടുവന്നിട്ട് അത് ഡിസേർവിംഗ് സെക്ഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ടാർഗറ്റഡ് അപ്രോച്ച് എടുത്തിട്ട് വീടില്ലാത്തവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് വെക്കാനോ വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് തരും എന്നും മിസ് സീതാരാമൻ അവരുടെ 6th ബഡ്ജറ്റ് പ്രസന്റേഷനിൽ പറയുകയാണ്. Now coming to medical colleges, നമ്മുടെ വളർന്നു വരുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ കുറച്ച് മെഡിക്കൽ കോളേജസ് സെറ്റപ്പ് ചെയ്യുന്നു. എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ മെഡിക്കൽ കോളേജസ് കൊണ്ടുവരുന്നതെന്നും അതേപോലെ തന്നെ ഒരു കമ്മിറ്റിയെ കൊണ്ടുവന്നിട്ട് ആ കമ്മിറ്റി ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ പഠിച്ച് റെക്കമെൻഡേഷൻ ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ ചുമതലപ്പെടുത്തുമെന്നും ഒക്കെ തന്നെ മിസ് സീതാരാമൻ പറഞ്ഞു. മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഇവിടെ അൺകംബോഡിയ സെന്റേഴ്സിനെ ആയിരിക്കും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് അൺകംബോഡിയൻ പോർഷൻ 2.0 പ്രോഗ്രാമിനെ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നും അതേപോലെ യുവിൻ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ട് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസിനെ സ്ട്രെങ്തൻ ചെയ്യുമെന്നും ഇവിടെ പറയുകയുണ്ടായി. Now, cervical cancer വാക്സിനേഷന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം എൻകറേജ് ചെയ്തിട്ട് ഗേൾസിന് 9 to 14 ഇയേഴ്സിൽ പെടുന്ന ഗേൾസിന് വാക്സിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുമെന്നും പറയുന്നുണ്ട്. Now, ആയുഷ്മാൻ ഭാരതിന്റെ കേസിൽ ആ ഒരു ഫീൽഡിൽ നമ്മുടെ ഹെൽത്ത് കെയർ ആസ്പെക്ട് എടുക്കുമ്പോൾ ആശാ വർക്കേഴ്സിനെയും അംഗൻവാടി വർക്കേഴ്സിനെയും ഹെൽപ്പേഴ്സിനെയും ഒക്കെ തന്നെ ഈ ഒരു നെറ്റ്വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട്, അതായത് ഈ ആശാ വർക്കേഴ്സും അംഗൻവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സും ഇവരുടെ ഇടയിൽ ടാർഗറ്റഡ് സിസ്റ്റം വരുത്താതെ തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആക്കിക്കൊണ്ട് എല്ലാരെയും ഒരുപോലെ തന്നെ ഈ ഒരു നെറ്റ്വർക്കിനുള്ളിൽ കൊണ്ടുവരും എന്ന് പറയുന്നു. നെക്സ്റ്റ്, അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോസസിംഗ്. ഇവിടെ വാല്യൂ അഡിഷൻ ഇൻ അഗ്രികൾച്ചർ സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. പ്രധാനമന്ത്രി കൃഷി സമ്പദ യോജന വഴി ഓൾറെഡി തന്നെ 38 lakh ഫാർമേഴ്സിന് ബെനിഫിറ്റ് കിട്ടിയെന്നും ഓൾമോസ്റ്റ് 10 lakh പീപ്പിൾ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയെന്നും ബജറ്റ് പ്രസന്റേഷനിൽ പറഞ്ഞു. അതേപോലെ പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഫോർ മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസ് യോജന വഴി ഓൾമോസ്റ്റ് 2.4 lakh SHGs ക്രിയേറ്റ് ചെയ്തു എന്നും ഇനി നമ്മുടെ ഈ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോസസിംഗ് എറീനയിലേക്ക് PPP മോഡൽ കൊണ്ടുവരും. അതായത് പബ്ലിക് പ്രൈവറ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആസ്പെക്ട് കൊണ്ടുവരും. ഒരു പാർട്ട്ണർഷിപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പബ്ലിക്കിനെയും പ്രൈവറ്റിനെയും ഒരുപോലെ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി പോസ്റ്റ് ഹാർവെസ്റ്റ് ആക്ടിവിറ്റീസ് കൊണ്ടുവന്നിട്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് എടുക്കും എന്ന് പറയുന്നു. നെക്സ്റ്റ്,
നാനോ DAP. ഇപ്പൊ ഓൾറെഡി നമുക്ക് നാനോ യൂറിയ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്, സക്സസ്ഫുൾ ആയിട്ട് റണ്ണിങ് ആണ്. അപ്പൊ അതിന്റെ കൂടെ നാനോ DAP കൊണ്ടുവന്നിട്ട് ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ആഗ്രോ ക്ലൈമാറ്റിക് സോൺസിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒരുപാട് കൂടുതൽ ക്രോപ്സിനെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമെന്നും ഒക്കെ ഒരു പ്രോമിസ് ബജറ്റ് പ്രസന്റേഷനിൽ പറയുന്നുണ്ട്. Now, ആത്മനിർഭർ ഓയിൽ സീഡ്സ് അഭിയാൻ, ഈ ഒരു ആത്മനിർഭർ ഒരു സ്കീം ഫോർ ഓയിൽ സീഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് ഓയിൽ സീഡ്സിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസ്റ്റർഡ്, ഗ്രൗണ്ട്നട്ട്, സീസം, സോയാബീൻ ആൻഡ് സൺഫ്ലവർ. ഈ സീഡ്സിലെല്ലാം തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ കീഴിൽ ഇവരെ കൊണ്ടുവരുമെന്നും അതേപോലെ തന്നെ ഒരുപാട് റിസർച്ച് ആക്ടിവിറ്റീസ് ഇവിടെ കൊണ്ടുവന്നിട്ട് മോർ ഡെവലപ്മെന്റ് പോസിബിലിറ്റി ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്നുള്ള ഒരു അപ്രോച്ച് ഗവൺമെന്റ് എടുക്കുമെന്നും ഒക്കെ ഉള്ളൊരു ഒരു പ്രോമിസ് ആണ് ഫൈനാൻസ് മിനിസ്റ്റർ ഇവിടെ തരുന്നത്. Now, ഡയറി ഡെവലപ്മെന്റ് കേസിൽ ഇന്ത്യയുടെ ഓൾറെഡി അറ്റൈൻഡ് സ്റ്റാറ്റസ് വിത്ത് റെസ്പെക്ട് ടു പ്രൊഡക്ഷൻ ഓഫ് ഡയറി മിൽക്ക് പ്രൊഡക്ഷനിൽ ഇന്ത്യയുടെ നമ്പർ 1 സ്റ്റാറ്റസ് ഇൻ ദ വേൾഡിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഫൈനാൻസ് മിനിസ്റ്റർ പറയുന്നത് നമുക്ക് ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് എടുത്തിട്ട് നമ്മുടെ ഡയറി ഫാമേഴ്സിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ ഡയറി പ്രൊഡക്ഷന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ നമ്പർ 1 ആണെങ്കിലും നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി അധികം ഇൻക്രീസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടായിരിക്കും. എക്സിസ്റ്റിംഗ് സ്കീംസുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ പുതിയ സ്കീം വർക്ക് ചെയ്യുമെന്നും ഓൾറെഡി നമ്മൾ ഒരുപാട് എഫേർട്സ് എടുത്തുകൊണ്ട് തന്നെ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ തന്നെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് ഗവൺമെന്റിൽ നിന്നും കിട്ടുമെന്നും പറയുന്നു. ഇനിയും സപ്പോർട്ട് കിട്ടും എന്നൊക്കെ തന്നെ ഉള്ള ഒരു പ്രോമിസ് ആണ് ഈ ബഡ്ജറ്റ് വഴി ഡയറി സെക്ടറിൽ വരുന്നത്. Now, മത്സ്യസമ്പദ കേസ്, മത്സ്യ പ്രൊഡക്ഷന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇൻലാൻഡ് ആസ് വെൽ ആസ് അക്വാകൾച്ചർ പ്രൊഡക്ഷൻ ഡബിൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സീ ഫുഡിന്റെ എക്സ്പോർട്ട് ആണെങ്കിലും നമുക്ക് ഡബിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന ഈ ഒരു അപ്രോച്ച് വഴി നമുക്ക് കൂടുതൽ അക്വാകൾച്ചർ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ, അതായത് 3 നിന്ന് 5 ടൺ പെർ ഹെക്ടർ ആയിട്ട് ഇത് ഇൻക്രീസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കുമെന്നും എക്സ്പോർട്ടിന് ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്സ് എടുക്കുമെന്നും ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഓൾമോസ്റ്റ് ലൈക്ക് 55 lakh എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുമെന്നും 5 ഇന്റഗ്രേറ്റഡ് അക്വാ പാർക്ക് നമ്മുടെ രാജ്യത്ത് സെറ്റപ്പ് ചെയ്ത് അക്വാ പാർക്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അതുവഴിയുള്ള ഫിഷ് പ്രൊഡക്ഷന്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഗവൺമെന്റ് അസിസ്റ്റൻസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ലഖ്പതി ദീദി, ഇവിടെ നമ്മൾ വിമനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, വിമന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി തന്നെ ഒരുപാട് ആൾക്കാർ, അതായത് ഒരുപാട് വിമൻ ലൈക്ക് 1 crore വിമൻ ലഖ്പതി ദീദി ആയിട്ടുണ്ട്. അപ്പൊ ഇനിയും ഈ ഒരു ലഖ്പതി ദീദിയുടെ ടാർഗറ്റ് 2 to 3 crore ആയിട്ട് ഇൻക്രീസ് ചെയ്യണം എന്നാണ് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ പറയുന്നത്. ഇനിയും നമുക്ക് വിമൻ എംപവർമെന്റ് ഒരുപാട് നമ്മുടെ നാട്ടിൽ വരേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ ടെക്നോളജിക്കൽ ചേഞ്ചസിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയുടെ ടെക്നോളജിക്കൽ റിക്വയർമെന്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ 2047 നമ്മൾ അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡെവലപ്ഡ് കൺട്രി സ്റ്റേറ്റസ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു യാത്രയിൽ നമുക്ക് എത്രമാത്രം ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ടെക്നോളജിക്കൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വരേണ്ട ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ ഇനി ഗ്ലോബൽ ലെവലിൽ പെർഫോം ചെയ്യണം എന്നാണ് ബഡ്ജറ്റ് പ്രസന്റേഷനിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പൊ തന്നെ ഒരുപാട് സൊല്യൂഷൻസ് വേൾഡ് ലെവലിലുള്ള പ്രോബ്ലംസ് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനിയും ഈ ഒരു കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണം ത്രൂ ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് എന്നാണ് ബഡ്ജറ്റ് പ്രസന്റേഷനിൽ മിനിസ്റ്റർ പറഞ്ഞത്. Now, റിസർച്ച് ആൻഡ് ഇന്നോവേഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 1 lakh crore rupees ഇതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും വിത്ത് 50-year ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഇതിനു വേണ്ടി കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അത് കാരണം
നമ്മുടെ റിസർച്ച് ആൻഡ് ഇന്നോവേഷന്റെ പ്രോഗ്രസിന് ഇത് സഹായമാവും. അതുപോലെ തന്നെ ഒരു പുതിയ സ്കീം കൊണ്ടുവന്നിട്ട് ഡീപ് ടെക് ടെക്നോളജീസിന് എസ്പെഷ്യലി ഡിഫൻസ് പർപ്പസിനും ആത്മനിർഭരതയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റാവുന്ന രീതിയിൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്ത് റിസർച്ച് ആൻഡ് ഇന്നോവേഷനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വരും എന്നും പറയുന്നുണ്ട്. Now, infrastructure development ഓൾറെഡി തന്നെ നമുക്കൊരു ഹൈ മൾട്ടിപ്ലയർ ഇമ്പാക്ട് ഇക്കോണമിയിൽ ഉണ്ടെന്നും ഇത് കാരണം നമുക്ക് ഒരുപാട് ഇക്കണോമിക് ഗ്രോത്ത് പോസിബിലിറ്റിയും എംപ്ലോയ്മെന്റ് ക്രിയേഷനും ഒക്കെ നടന്നു എന്നും ഇനി അടുത്ത വർഷങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു ഫിഗർ ഒരു ഔട്ട്ലേ എന്ന് പറയുന്നത് 11.1% നിന്നും 11,1111 crore rupeesലേക്ക് ഉയരുമെന്ന് പറയുന്നുണ്ട്. അത് എന്ന് പറയുമ്പോൾ 3.4% ഓഫ് GDP ആയിട്ട് വരും. Now, റെയിൽവേ സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 മേജർ ഇക്കണോമിക് റെയിൽവേ കോറിഡോർ പ്രോഗ്രാംസ് കൊണ്ടുവരുമെന്നും അതൊക്കെ തന്നെ PM ഗതിശക്തി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുമെന്നും ഒരുപാട് പാസഞ്ചർ ട്രെയിൻസിന്റെ ഓപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്യുമെന്നും അതേപോലെ തന്നെ 40,000 നോർമൽ റെയിൽ ബോഗീസിനെ വന്ദേ ഭാരത് സ്റ്റാൻഡേർഡിലോട് കൺവേർട്ട് ചെയ്ത് ആൾക്കാരുടെ സേഫ്റ്റിയും കൺവീനിയൻസും കംഫർട്ടും ഒക്കെ തന്നെ ഇംപ്രൂവ് ചെയ്യുമെന്നും ബജറ്റ് പ്രസന്റേഷനിൽ മിസ് സീതാരാമൻ പറഞ്ഞു. Now, ഏവിയേഷൻ സെക്ടറിൽ എയർപോർട്ടിന്റെ നമ്പർ ഡബിൾ ചെയ്ത് അത് 149 എത്തിക്കുന്നു. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന എയർപോർട്ടും അതിനെ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ന്യൂ എയർപോർട്ട്സ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്പും എടുക്കുമെന്നാണ് മിസ് സീതാരാമൻ ബജറ്റ് പ്രസന്റേഷനിൽ പറഞ്ഞത്. Now, മെട്രോ ആൻഡ് നമോ ഭാരത് മെട്രോയുടെയും നമോ ഭാരതിന്റെയും ഇമ്പോർട്ടൻസ് എംഫസൈസ് ചെയ്തുകൊണ്ടാണ് മിസ് സീതാരാമൻ ഇവിടെ ഈ രണ്ടിന്റെയും എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് ലാർജ് സിറ്റീസിന്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഈ രണ്ട് പ്രോഗ്രാംസിന്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ രണ്ട് പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടി സ്പെൻഡിങ് നടത്തുമെന്ന് പറഞ്ഞു. Now, ഗ്രീൻ എനർജി ഇവിടെ നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു നെറ്റ് സീറോ ആയിട്ട് അറ്റൈൻ ചെയ്യണം ബൈ 2070. അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സിന് വേണ്ടി കുറച്ച് പ്രയോറിറ്റി ഏരിയാസ് എടുത്തിട്ടുണ്ട്. അതായത് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്, കോൾ ഗ്യാസിഫിക്കേഷൻ, മാൻഡേറ്ററി ബ്ലെൻഡിങ് ഓഫ് കംപ്രസ്ഡ് ബയോഗ്യാസ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും ഇതൊക്കെ വഴിയായിരിക്കും നമ്മൾ ഗ്രീൻ എനർജിയെ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് മിസ് സീതാരാമൻ അവരുടെ സിക്സ്ത് ബജറ്റ് പ്രസന്റേഷനിൽ പറഞ്ഞത്. Now, ഇലക്ട്രിക് വെഹിക്കിൾ എക്കോസിസ്റ്റത്തിൽ വരുമ്പോൾ ഈ വെഹിക്കിളിന്റെ ഇമ്പോർട്ടൻസ് അവിടെ മനസ്സിലാക്കുന്നു. ഗവൺമെന്റ് ഇതിന് വേണ്ടിയിട്ട് ഈ വെഹിക്കിളിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയും ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഈ എംഫസൈസ് കൊടുക്കുമെന്നും ഈ ബസ്സസ് ഗ്രേറ്റർ ആയിട്ട് അഡോപ്റ്റ് ചെയ്യണമെന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്സിന് ഇത് ഒരു എൻകറേജ്മെന്റ് ആയിരിക്കുമെന്നും ഒക്കെ തന്നെ ഇവിടെ പറയുന്നു. അടുത്ത ബയോ മാനുഫാക്ചറിങ് ആൻഡ് ബയോ ഫൗണ്ടറിയുടെ കേസിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കൺസംപ്റ്റീവ് മാനുഫാക്ചറിങ് പാരഡിം മാറ്റി അതിനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ട് ഒരു റീജനറേറ്റീവ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ഫീൽഡ് ബയോ മാനുഫാക്ചറിങ് ആൻഡ് ബയോ ഫൗണ്ടറി പോകേണ്ടതായിട്ടുണ്ട് എന്നും നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞു. Now, ബ്ലൂ ഇക്കോണമി 2.0 ക്ലൈമറ്റ് റെസിലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരുപാട് അഡാപ്റ്റേഷൻ മെഷേഴ്സിന്റെ ആവശ്യമുണ്ട്, ഒരുപാട് റിസ്റ്റോറേഷൻ മെഷേഴ്സിന്റെ ആവശ്യമുണ്ട്. കോസ്റ്റൽ അക്വാകൾച്ചർ ആൻഡ് മാരികൾച്ചർ പ്രൊമോട്ട് ചെയ്തിട്ട് നമുക്കൊരു മൾട്ടി സെക്ടറൽ അപ്രോച്ചിന്റെ ആവശ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൾട്ടി സെക്ടർ അപ്രോച്ച് ലോഞ്ച് ചെയ്യുമെന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ്, ടൂറിസ്റ്റ് സെന്റേഴ്സ്. ഇവിടെ സ്പിരിച്വൽ ടൂറിസത്തിന്റെ ആസ്പെക്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് അപ്രോച്ചിന് വേണ്ടിയിട്ടാണ് ഐക്കോണിക് ടൂറിസ്റ്റ് സെന്റേഴ്സിന് ഒരു റേറ്റിംഗ് കൊണ്ടുവരാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കും. അതായത് ക്വാളിറ്റി ഓഫ് ഫെസിലിറ്റീനെ മനസ്സിലാക്കിക്കൊണ്ട് ക്വാളിറ്റി ഓഫ് സർവീസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റേറ്റിംഗ് ഓഫ് ദീസ് സെന്റേഴ്സ് പോസിബിൾ ആക്കാനുള്ള സ്റ്റെപ്പുകൾ എടുക്കുമെന്നും ലോങ് ടേം ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് സ്റ്റേറ്റ്സിന് കൊടുക്കുമെന്നും നമ്മുടെ ടൂറിസം സെക്ടർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും പോർട്ട് കണക്ടിവിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ സ്പെൻഡ് ചെയ്യുന്നു. എസ്പെഷ്യലി നമ്മുടെ ലക്ഷദ്വീപ് പോലുള്ള ഐലൻഡ്സിന് വേണ്ടി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നും അതൊക്കെ തന്നെ പ്രസന്റ് ബജറ്റ് ഉറപ്പ് തന്ന കാര്യങ്ങളാണ്.
Now, promoting investment. FDI inflow during 2014-23 എന്ന് പറയുന്നത് $596 billion ആണ്. ഇത് twice the inflow of 2005-14 period ഉള്ളതിനേക്കാളും അതിനേക്കാൾ ഡബിൾ ആണ്. So for encouraging the sustained foreign investment, നമുക്ക് first develop India എന്നുള്ള ഒരു ഫോക്കസ് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നും മിസ് സീതാരാമൻ പറഞ്ഞു. Now, reforms in state. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വികസിത് ഭാരത് ബൈ 2047 അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ ഒരുപാട് റിഫോംസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നാണ് മിസ് സീതാരാമൻ പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റെപ്സ് ഇതിനു വേണ്ടിയിട്ട് എടുക്കണം. എസ്പെഷ്യലി നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഒരു 75,000 crore rupees വിത്ത് 50-year interest free loan ഇത് പ്രൊമോട്ട് ചെയ്യണം എന്നാണ് മിസ് സീതാരാമൻ പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ തന്നെ ഈ പ്രസന്റ് ഗവൺമെന്റ് എടുക്കും എന്നുള്ള ഒരു പ്രോമിസ് ആണ് മിസ് സീതാരാമൻ നമുക്ക് തന്നത്. ആൻഡ് സൊസൈറ്റൽ ചേഞ്ചസിന് എടുക്കാനായിട്ട് സൊസൈറ്റൽ ചേഞ്ചസ് ഇതിന്റെ ആസ്പെക്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് വേണ്ട ആസ്പെക്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈ പവർഡ് കമ്മിറ്റിയെ കൊണ്ടുവരുമെന്നും, അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ഇക്കോണമിയിലുള്ള ഇപ്പോഴുള്ള ചാലഞ്ചസിനെ മനസ്സിലാക്കി, എസ്പെഷ്യലി നമ്മൾ നമ്പർ 1 ആണ് വിത്ത് റെസ്പെക്ട് ടു പോപ്പുലേഷൻ. അപ്പോൾ ഡെമോഗ്രഫിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കാനും ഗവൺമെന്റിന് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ കണ്ടെത്താനുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വികസിത് ഭാരത് എന്നുള്ള ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി പോകാം എന്നുള്ള ഒരു അജണ്ട ഇവിടെ ഫൈനാൻസ് മിനിസ്റ്റർ വെച്ചു. Now, Amrit Kaal as Qatar Kaal എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും പോസിബിലിറ്റീസും അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജൂലൈയിൽ വരുന്ന ഫുൾ ബഡ്ജറ്റിൽ ഗവൺമെന്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റോഡ് മാപ്പ് വികസിത് ഭാരത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോഡ് മാപ്പ് പ്രസന്റ് ചെയ്യും എന്നുള്ള ഒരു പ്രോമിസ് തരുന്നുണ്ട്. നെക്സ്റ്റ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഓഫ് 2023-24 നമ്മൾ നോക്കുകയാണെങ്കിൽ ടാക്സ് റെസീപ്റ്റ് അതർ ദാൻ ബോറോയിങ്സ് എന്ന് പറയുന്നത് 27.56 lakh crore ആയിരുന്നു. അതിൽ ടാക്സ് റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ ടാക്സ് റെസീപ്റ്റ്സ് വരുമ്പോൾ ഇവിടെ 23.24 lakh crore ആണ്. ടാക്സ് ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ കേസ് ആണെങ്കിൽ 44.90 lakh crore റവന്യൂ റെസീപ്റ്റ്സ് ആണെങ്കിൽ 30.03 lakh crore ആണ്. സോ ഇവിടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ 5.8% ഓഫ് GDP ആണ്. അടുത്തത് ഇനി നമ്മൾ നോക്കേണ്ടത് എസ്റ്റിമേറ്റ് ഫോർ 2024-25. ഇവിടെ ടോട്ടൽ റെസീപ്റ്റ് അതർ ദാൻ ബോറോയിങ് ടോട്ടൽ എക്സ്പെൻഡിച്ചറും രണ്ടും നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇത് ടോട്ടൽ റെസീപ്റ്റ് അതർ ദാൻ ബോറോയിങ് 30.80 lakh crore ആണ്. അടുത്ത ടോട്ടൽ എക്സ്പെൻഡിച്ചർ 47.66 lakh crore ആണ്. ടാക്സ് റെസീപ്റ്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 26.02 lakh crore ആണ്. അതേപോലെ ഒരു 50-year ഇൻഡസ്ട്രി ലോൺ ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫിസ്ക്കൽ കൺസോളിഡേഷൻ പാക്കേജ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമെന്നും ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമുക്ക് 4.5% ഓഫ് GDP ആയിട്ട് കുറയ്ക്കാൻ പറ്റുമെന്ന്, അതായത് ബൈ 2025-26 പീരീഡിൽ ഇത് പോസിബിൾ ആകുമെന്നും പറയുന്നുണ്ട്. അപ്പൊ 24 ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇൻ 2024-25 പീരീഡ് ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നമ്മൾ 5.1% ഓഫ് GDP ആണ്. ബട്ട് 25-26 പീരീഡിൽ 4.5% ആയിട്ട് കുറച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് അറിയത്തില്ല എത്രമാത്രം ഇത് പോസിബിൾ ആകുമെന്ന്. ഇതൊക്കെ തന്നെ കണ്ടു തന്നെ ഇരിക്കേണ്ട കാര്യമാണ്. ഇനി ടാക്സേഷന്റെ കേസിൽ ഒരു അപ്ഡേറ്റഡ് ഇൻകം ടാക്സ് റിട്ടേൺസ് ഒരു ചേഞ്ച് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ടാക്സ് ഫയലിംഗ് കുറച്ചുകൂടി ഈസിയർ ആൻഡ് സിംപ്ലർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെത്തേഡാണ്. ഇനി ആവറേജ് പ്രോസസിംഗ് ടൈമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് 93 ദിവസത്തിൽ നിന്നും 10 ദിവസമായിട്ട് ചുരുങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ റീഫണ്ട് എല്ലാം തന്നെ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അടുത്തത് പുതിയ ഇൻകം ടാക്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 ലക്ഷം രൂപ വരെ ഉള്ള ആൾക്കാർക്ക് ടാക്സ് ലയബിലിറ്റി ഇല്ലായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ 2.2 lakh ആയിരുന്നു, ഇതിൽ നിന്ന് നമുക്ക് 7 ലക്ഷത്തിലേക്ക് മാറുകയാണ്. ഇനി ത്രെഷ്ഹോൾഡ് ഫോർ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ റീറ്റെയിൽ ബിസിനസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് ഇൻക്രീസ് ചെയ്തു, 2 crore 3 crore ഇൻക്രീസ് ചെയ്തു. ത്രെഷ്ഹോൾഡ് ഫോർ പ്രൊഫഷണൽ
അതായത് പ്രിസംപ്റ്റീവ് ടാക്സേഷന്റെ കേസ് ഇതും ഇൻക്രീസ് ചെയ്തു. 50 lakhൽ നിന്നും 75 lakh ആയിട്ട് മാറി. കോർപ്പറേറ്റ് ടാക്സ് എടുക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 30% നിന്നും 22% ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പനി, എക്സിസ്റ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് കമ്പനീസിന്റെ കേസാണിത്. ഇനി കുറച്ച് മാനുഫാക്ചറിങ് കമ്പനീസിന്റെ കേസ് ആണെങ്കിൽ ഇത് 15% ആയിട്ട് മാറുന്നുണ്ട്. ഇനി മറ്റ് കുറച്ച് ടാക്സ് പ്രപ്പോസൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മിനിസ്റ്റർ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ടാക്സ് റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഡയറക്ട് ടാക്സിനാണെങ്കിൽ ഇൻഡയറക്ട് ടാക്സിനാണെങ്കിലും ഇമ്പോർട്ട് ഡ്യൂട്ടീസിന്റെ കേസിലും ഇങ്ങനെ തന്നെ പോകുന്നതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ബഡ്ജറ്റിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഡെഫിനറ്റ് ആയിട്ടും 4 പില്ലേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. വിമന്റെ കേസ് ആണെങ്കിലും യൂത്തിന്റെ കേസ് ആണെങ്കിലും പൂവറിന്റെ കേസ് ആണെങ്കിലും അതേപോലെ ഫാമേഴ്സിന്റെ കേസ് ആണെങ്കിലും അതേപോലെ തന്നെ കോർപ്പറേറ്റ് സെക്ടറിനും എംഫസൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എത്രമാത്രം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിന്റെ വിജയം എന്നുള്ളത്. ഇപ്പൊ ഇംപ്ലിമെന്റേഷൻ സൈഡിലേക്ക് വരുമ്പോൾ എത്രമാത്രം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിലാണ് അതിന്റെ വിജയം ഇരിക്കുന്നത്. അതർവൈസ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇതെല്ലാം തന്നെ ഒരു ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ മാത്രമായിട്ട് ചുരുങ്ങി പോവുകയായിരിക്കും ചെയ്യുന്നത്. ഒരു പക്ഷേ ഇത് നേരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വിജയം തന്നെ ആയിരിക്കും. വി കുഡ് അറ്റൈൻ എ ഡെവലപ്ഡ് കൺട്രി സ്റ്റേറ്റസ് ബൈ 2047. അത് നമുക്ക് വലിയൊരു അച്ചീവ്മെന്റ് തന്നെ ആയിരിക്കും. പക്ഷെ അതിന് നമ്മൾ എത്രമാത്രം പ്രവർത്തിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു അങ്ങനെ ഒരു അപ്രോച്ച് തന്നെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ പറയുന്ന പ്രോമിസസ് ഒക്കെ തന്നെ പ്രോമിസസ് ആയിട്ട് മാത്രം എന്നും നിൽക്കാതെ അത് റിയാലിറ്റിയിൽ വരുമ്പോ അത് അത്രമാത്രം ഇംപ്ലിമെന്റ് ചെയ്യാൻ കൂടി പറ്റിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇത് തന്നെയായിരുന്നു നമ്മുടെ ബഡ്ജറ്റ് പ്രസന്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആൻഡ് ഹൈലൈറ്റ്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം ആൻഡ് ഷെയർ ചെയ്യാം. നമ്മുടെ ഫ്രീ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും, സം മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. Thank you for watching.